ഞാൻ ജീവിതത്തിൽ ഇനി ഞാൻ ശബരിമലയ്ക്കില്ല. അത്രയും മനസ്സിന് മുമ്പുണ്ട്. അതേപോലത്തെ ദേവസ്വം എന്ന് പറഞ്ഞാൽ ദുഷിച്ച ആ പിശാചുകളെ ഇവിടെ ഇല്ലാണ്ടാക്കണം, അല്ലാണ്ട് നന്നാവില്ല. ഞാൻ മനസ്സുരുക്കി പറയുന്നതാ, അവർ നന്നാവില്ല, മനസ്സുരുക്കി പറയുന്നതാ. ശബരിമലയിൽ എത്തുന്ന ഓരോ അയ്യപ്പ ഭക്തന്മാരും ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള വേദനയും ദുഃഖവും ദുരിതവുമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിലെ വിശ്വാസങ്ങൾ, ആ ദൈവ ചൈതന്യം പോലെ എല്ലാവർക്കും തോന്നിക്കുന്ന ഒരു അമൂല്യ അനുഭവം എല്ലാം തന്നെ അപ്പാടെ നശിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഇഞ്ചപ്പരിവമായി അല്ലാതെ അയ്യന്റെ മുന്നിലേക്ക് എത്താൻ പറ്റാത്ത വിധത്തിലാണ് കാര്യങ്ങൾ. അതായത് ആ ക്യൂ എന്ന് പറയുന്നത് തന്നെ ഒരു മെഷീൻ പോലെയാണ്. ഈ ജനങ്ങളെ അതിലേക്ക് കയറ്റി ചവിട്ടി ചമ്മന്തിയാക്കി അരച്ച് ഇഞ്ചപ്പരിവമാക്കി നേരെ 18-ാം പടിയിൽ കൊണ്ട് തള്ളുന്നു. അതായത് ഒരു മെഷീനിലൂടെ അകത്ത് കയറി പുറത്തിറങ്ങുമ്പോൾ ഒരു സാധാരണഗതിയിലുള്ള ഒരു പ്ലാസ്റ്റിക്കിനോ അല്ലെങ്കിൽ ഈ പറയുന്ന തന്നെ കരിമ്പിനോ ലഭിക്കുന്ന ഒരു പ്രതീതിയില്ലേ, കരിമ്പ് ജ്യൂസ് കിട്ടുന്ന ആ ഒരു രീതിയില്ലേ, അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ശബരിമലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയി എന്ന് ദേവസ്വം പ്രസിഡന്റ് തന്നെ സമ്മതിച്ചു പോകുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. നിക്കക്കള്ളി ഇല്ലാതെ ജനം നിലതെറ്റി പ്രതികരിക്കുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രതികരണങ്ങൾ ആദ്യം ഒന്ന് കേൾക്കാം. ഞങ്ങൾ രാത്രി 2 മണിക്ക് കയറാൻ നിൽക്കുന്ന ഈ പോലീസുകാർ കയറുന്ന കാണുന്നുണ്ട്. ഞങ്ങൾ മാറിയില്ല, നമ്മൾ പറഞ്ഞ അടിയാവും. ഈ പോലീസുകാർ യൂണിഫോം എടുക്കുന്നവർക്ക് പറയാൻ പാടില്ലേ, നമ്മുടെ ക്യൂ അനങ്ങൂല. പോലീസുകാർ പറയും ഞങ്ങൾക്ക് അറിയില്ല. അവർക്ക് ഞാൻ രാത്രി 1 മണിക്കൊന്ന് ക്യൂ നിൽക്കുക, 1 മണിക്ക് ക്യൂ നിൽക്കുന്നതാ. എത്ര പ്രാവശ്യം പോലീസുകാർ പറയുമോ ഒരു ഞങ്ങളിങ്ങനെ ഇറക്കി കയറിക്കൊണ്ടിരിക്കുക. 12 മണിക്കൂർ ക്യൂലേക്ക് എടുത്താ എന്റെ ഇടയിൽ കൂടെ ആൾക്കാർ കയറുമ്പോ പോലീസ് ഞങ്ങൾക്ക് പറ്റില്ല, രാജിവെച്ച് പോ. ഞങ്ങൾ പോയിട്ട് വേറെ ഇപ്പോഴും അടിയാ ഉറപ്പാ. പക്ഷെ പോലീസുകാർക്ക് പറയാൻ പറ്റും, അവർക്ക് മാറ്റാൻ പറ്റും. ഇത് മാറ്റുന്നില്ല. പറയുമ്പോ അവര് പറയും ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ എന്താണ് പറയും, അല്ലെങ്കിൽ അവർ പറയട്ടെ പറയും. എത്ര പ്രാവശ്യം പോയി പറഞ്ഞു പറയാമോ സാറേ നോക്കാം പുള്ളി പറയുമോ എനിക്ക് വയർലെസ് എനിക്ക് പറ്റി ചെയ്യുന്നു. പിന്നെ പുള്ളിക്കാൻ കൊടുത്തേക്കണേ ഒരു പരിധി വിട്ടാണല്ലോ ഭക്തകളെ പുറത്തേക്കിടെ ഇറക്കും. പിന്നെ ഒന്ന് നോക്കിയാൽ യാതൊരു കാര്യമില്ല. சாமி இந்த குழந்தைய தூக்கிட்டு நான் மேலே வந்து சேர்றதுக்குள்ள என் குழந்தை வீடு போய் சேருமான்ற எனக்கு நிம்மதி இல்லாத போயிடுச்சு. அவ்வளோ கஷ்டமாயிருச்சு இந்த டைம். நான் வந்து இதுக்கு மேலே எப்படி வர்றதான யோசனையா இருக்கு. See, children also facing so many problems. See, the police also not caring about the people, not giving the water also properly. What is this? At a mandal time so many people will come. After Makara Jyoti also so many people will come. But people are facing so many problems. They are not taking certain precautions to about the pilgrims. Why then? What is the government is doing? Never seen this issue from. We are coming for past 6 years. Never seen this issue. நேற்று சாயங்காலம் 5 மணிக்கு இருமுடி பை எடுத்து தலையில் வச்சது பம்பையில். இன்னைக்கு சாயங்காலம் 5 மணி ஆயிடுச்சு. இப்போ தான் வந்தே சேர்ந்துருக்கோம். தண்ணி கிடையாது, பாத்ரூம் சுத்தமாக கிடையாது, போலீஸ்காரங்க சுத்தமாக மதிக்கதே கிடையாது. என்னமோ கடமைக்கு வேலை பார்க்குற மாதிரி பார்க்குறாங்க. ஒரு கரெக்டான ஒரு இதே கிடையாது. அவங்க അപാരമായ തിരക്കാണ്. മകരവിളക്കിന് പോലും ഇത്തരം തിരക്ക് ഉണ്ടായിട്ടില്ല. അപാരമായ ഭയങ്കര തിരക്കാണ്. നോ പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ, വേർസ്റ്റ് മാനേജ്മെന്റ്, വേർസ്റ്റ് ദിസ് ടൈം, വെരി വേർസ്റ്റ്. God is great but maintenance wrong. That's what they have to maintain perfectly. Thanks. English ಕನ್ನಡ ಅಯ್ಯಪ್ಪ ತುಂಬ ಒಳ್ಳೆಯದು. ಇಲ್ಲಿ ಮೇಂಟೆನೆನ್ಸ್ ತುಂಬ ರಾಂಗ್. ಪೊಲೀಸ್ ವರ್ಸ್ಟ್. ಅಯ್ಯಪ್ಪ ಸ್ವಾಮಿ ತುಂಬ ಭಕ್ತಿಯಿಂದ ಎಲ್ಲ ಪೂಜಿಸುವಂತಹ ಒಂದು ದೇವರು. ಅಯ್ಯಪ್ಪ ಸ್ವಾಮಿ ದೇವರ ಮೇಲೆ ನಂಬಿಕೆ ಇದೆ. ಬಟ್ ಆದರೆ ಏನು ಮಾಡೋದು, ಪೊಲೀಸ್ ವ್ಯವಸ್ಥೆ ಸರಿ ಇಲ್ಲ. ಭಕ್ತಾದಿಗಳಿಗೆ ತುಂಬ ಅನಾನುಕೂಲ ಇದೆ. ദയവിട്ട് അതൊന്ന് ബഹികരിച്ചുകൊടുക്കാനായി തമ്മಲ್ಲಿ വിനಂತಿ. മാനേജ്മെന്റ് പൂര വേസ്റ്റ്. കർപ്പൂരത്തിൽ കൈയടിച്ച് സത്യം ചെയ്യാം, ഞാൻ ഇനി മേലാൽ ശബരിമലയിലേക്ക് വരില്ല, എന്റെ അയ്യപ്പനാണ് സത്യം, ഞാൻ മേലാൽ ശബരിമലയിലേക്ക് വരില്ല എന്നാണ് ഭക്തന്മാർ നെഞ്ചുരുക്കി പ്രാർത്ഥിക്കുന്നത്. അയ്യപ്പനും ശബരിമലയും എന്നൊക്കെ പറയുന്നത് ഭക്തന്മാർക്ക് എപ്പോഴും തന്നെ അവരുടെ ഒരു കുടുംബം പോലെ, അവരുടെ അച്ഛനെ കാണാൻ അവർ ഓടിയെത്തുന്നത് പോലെയാണ് അവർക്ക് തോന്നാറുള്ളത്. പക്ഷെ ഇനി മേലാൽ ഞാൻ ശബരിമലയ്ക്ക് വരില്ല എന്ന് ഒരു അയ്യപ്പ ഭക്തൻ അത്രയും വേദനയോടുകൂടി പൊട്ടി പറയണമെന്നുണ്ടെങ്കിൽ അവൻ അനുഭവിച്ച വേദന എന്തായിരിക്കണം, അവന് ലഭിച്ച ഒരു സ്വീകരണം എന്തായിരിക്കണമെന്നാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. പലതിനും പല പരിപാടികൾക്കും ദാരിദ്ര്യമുക്തമായ കേരളത്തിന് പോലും 1.5 കോടിയാണ് പിണറായി വിജയൻ സർക്കാർ പൊടി പൊടിച്ചത്. ആ 1.5 കോടിയുടെ പകുതിയെങ്കിലും ചിലവഴിച്ചുകൊണ്ട് അയ്യപ്പ ഭക്തന്മാർക്ക് സുഗമമായി മല ചവിട്ടാൻ, അയ്യനെ കാണാനുള്ള സുഗമമായിട്ടുള്ള നീക്കങ്ങൾ നടത്താൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന ചോദ്യം ഉയരുന്നു. മാത്രമല്ല ജയകുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്, അതിൽ ഈ നമ്മുടെ ഈ പ്രസിഡന്റിന്, ദേവസ്വം പ്രസിഡന്റ്, അദ്ദേഹത്തിന് കൃത്യമായി അറിയാം ശബരിമലയിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ
പോവുക എന്ന് കൃത്യമായി അറിയാം. നമുക്കറിയാം 16-ാം തീയതിയാണ് അദ്ദേഹം ചുമതലയേറ്റത്. 17-ാം തീയതി നട തുറന്ന് അയ്യപ്പന്മാർ എത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അദ്ദേഹത്തിന് ചെയ്യാനുള്ള പരിമിതികൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുമുള്ള മുൻ പ്രസിഡന്റ് ഒക്കെ തന്നെ, മുൻ പ്രസിഡന്റാണ്, ഇനി വരാനുള്ള പ്രസിഡന്റ് വേണം ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഒരുക്കാൻ. പക്ഷെ സത്യത്തിൽ പ്രസിഡന്റുമാരെ തെരഞ്ഞെടുക്കുന്നത് പോലും ഒരു മാസം മുൻപേ തെരഞ്ഞെടുത്തുകൊണ്ട് വരാൻ പോകുന്ന മകരവിളക്കിനോടനുബന്ധിച്ചുള്ള ഉത്സവത്തിന് അയ്യപ്പന്മാരെ സുഗമമായി എങ്ങനെ മല ചവിട്ടാം എന്നുള്ള പ്ലാൻ അപ്പോഴേ ആരംഭിച്ച് അപ്പോൾ മുതൽ തന്നെ കാര്യങ്ങൾ ഏകോപിപ്പിച്ചു കൊണ്ടുപോകേണ്ട ഒരു ഉത്തരവാദിത്തം സത്യത്തിൽ നമ്മുടെ സർക്കാരിനുണ്ടായിരുന്നു. അത് അടപടലം പൊളിയുന്ന തരത്തിലാണ് കാര്യങ്ങൾ. ഇനി ഭക്തന്മാരുടെ നിയന്ത്രണം വിട്ടുകഴിഞ്ഞാൽ ഭക്തന്മാർ പോലീസെന്നോ NDRF എന്നോ അല്ലെങ്കിൽ മറ്റ് അംഗങ്ങളെന്നോ എന്നൊന്നും നോക്കില്ല. ഭക്തന്മാർ കേറി മേഞ്ഞ് അടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ ശബരിമല ഒരു കുരുതിക്കളമായി മാറുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ സത്യത്തിൽ ഒരുപക്ഷെ ശബരിമലയിലേക്ക് ഇനി ആരും വരികയില്ല എന്ന് ഇപ്പോൾ പറയുന്നത് പോലെ തന്നെ അത് ചിലപ്പോൾ പ്രവർത്തിച്ചു കാണാം. അയ്യനെ കാണാൻ വേണ്ടി മാത്രമാണ് അവിടെ എത്തുന്നത്, അല്ലാതെ മറ്റ് കാര്യങ്ങൾക്കൊന്നുമല്ല. ഈ സർക്കാരിനെ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ എല്ലാവരും മനസ്സിൽ വിചാരിക്കുന്നു കുഞ്ഞുങ്ങളെ ഇനി കൊണ്ടുവരേണ്ടതില്ല, മാളികപ്പുറത്ത് ഇനി കൊണ്ടുവരേണ്ടതില്ല എന്നൊക്കെ തന്നെ പലരും ശബ്ദം എടുത്തു പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നലെ ഉണ്ടായ തിക്കിനും തിരക്കിനും പിന്നാലെ സന്നിധാനത്ത് നിയന്ത്രണം കർശനമാക്കിയതോടുകൂടി തിരക്ക് നിയന്ത്രണ വിധേയമായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പാളിച്ചകൾ ഇനിയും ഉണ്ടാകാതിരിക്കാൻ തീർത്ഥാടകരെ നിലയ്ക്കൽ തടഞ്ഞു നിർത്തി നിയന്ത്രിച്ചാണ് പമ്പയിലേക്ക് പോകാൻ അനുവദിക്കുന്നത്. രാത്രിയിലെത്തിയ തീർത്ഥാടകരുടെ മുഴുവൻ വാഹനങ്ങളും നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ കയറ്റിയിട്ടു. അതിലെ തീർത്ഥാടകരോട് വിശ്രമിച്ച് പതുക്കെ മാത്രം പമ്പയിലേക്ക് പോകാനാണ് പോലീസ് പറഞ്ഞത്. NDRFന്റെയും ആദ്യ സംഘം സന്നിധാനത്ത് എത്തി. തൃശൂരിൽ നിന്നുള്ള 35 അംഗ സംഘമാണ് എത്തിയത്. രണ്ടാം സംഘം ഇന്ന് രാത്രിയോടുകൂടി എത്തുമെന്നാണ് വിവരം. പമ്പ നിലയ്ക്കൽ റൂട്ടിൽ ഭൂരിപക്ഷവും KSRTC ബസ്സുകൾ മാത്രമാക്കി. പമ്പയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ മിനിറ്റിൽ 3 മുതൽ 5 വരെ ബസ്സുകൾ അയച്ച സ്ഥാനത്ത് ഇന്ന് നിയന്ത്രിച്ച് മാത്രമാണ് ബസ്സുകൾ പോകാൻ അനുവദിക്കുന്നത്. അതേസമയം ദർശനം കഴിഞ്ഞ് പമ്പയിലെത്തിയ തീർത്ഥാടകരെ നിലയ്ക്കലെത്തിക്കാൻ നിരനിരയായി ബസ്സുകൾ കാത്തുകിടക്കുകയാണ്. തീർത്ഥാടകർ കയറിയാൽ അപ്പോൾ തന്നെ ബസ് വിട്ടു പോകുകയും ചെയ്യും. ഇന്നലെ രാത്രി ഹരിവരാസനം ചൊല്ലി നട അടച്ചപ്പോൾ 18-ാം പടി കയറാനുള്ള നിര മരക്കൂട്ടം വരെ ഉണ്ടായിരുന്നു. അവരെ രാത്രി നട അടച്ച ശേഷവും 18-ാം പടി കയറ്റി തിരക്ക് കുറച്ചു. ഇന്ന് പുലർച്ചെ 3-ന് നട തുറന്ന ശേഷം വടക്കേ നടയിലൂടെ വടക്ക് ദർശനത്തിന് അവസരം നൽകി. എരുമേലി പമ്പ പാതയിൽ പലയിടത്തും വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയാണ് ഇന്നലെ തിരക്ക് നിയന്ത്രിച്ചത്. ഇന്ന് വഴിയിൽ വാഹനങ്ങൾ തടഞ്ഞിട്ടില്ല. 18-ാം പടി കയറാനുള്ള ക്യൂ നിലവിൽ ശരംകുത്തി വരെ മാത്രമാണ്. സന്നിധാനവും പമ്പയും പൂർണ്ണമായും പോലീസിന്റെ നിയന്ത്രണത്തിലാണ്. വരി തെറ്റിച്ച് 18-ാം പടിയിലേക്ക് പോകാൻ ആരെയും അനുവദിക്കുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. മുൻ ദേവസ്വം ബോർഡിനെ രൂക്ഷമായി വിമർശിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ മുന്നൊരുക്കങ്ങളിൽ വീഴ്ച സംഭവിച്ചു എന്ന് സന്നിധാനത്തെ സ്ഥിതി ഭയാനകമാണെന്നും ജയകുമാർ പറയുന്നു. ഭക്തർക്ക് കുടിവെള്ളം കിട്ടുന്നില്ല എന്നത് വാസ്തവമാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കിയിട്ടില്ല. 4 മണിക്കൂർ കൂടുതൽ ക്യൂ നിൽക്കേണ്ടി വരുന്നത് ബുദ്ധിമുട്ടാക്കും. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്രസേനയുടെ സഹായം തേടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വലിയ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ബാരിക്കേഡ് മറികടന്നുകൊണ്ട് ഭക്തജനങ്ങൾ 18-ാം പടിക്ക് താഴേക്ക് ഇറങ്ങുന്നത് വൻ അപകടമാണ് വിളിച്ചു വരുത്തുന്നത്. 18-ാം പടിക്ക് സമീപം ആളുകൾ തിങ്ങി നിറഞ്ഞാണ് നിൽക്കുന്നത്. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ മണിക്കൂറോളമാണ് ക്യൂവിൽ കാത്തു നിൽക്കുന്നത്. ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് ശബരിമലയിൽ സംഭവിച്ചിരിക്കുന്നത്.